ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു മോർണിംഗ് വ്ലോഗാണ് കേട്ടോ. രാവിലെ തന്നെ ഞാൻ ഈ വിളക്കും ഇതൊക്കെ എടുത്തിട്ട് വരുന്നത്. ഇന്ന് വെള്ളിയാഴ്ച എന്നുള്ള കാര്യം തന്നെ ഞാൻ മറന്നിട്ടുണ്ടായിരുന്നു. രാവിലെ അടിക്കലും തുടക്കലും കുളിയൊക്കെ കഴിഞ്ഞിട്ട് വിളക്ക് വെക്കാൻ വേണ്ടി വരുമ്പോഴാണ് കേട്ടോ ഏട്ടൻ പറയണമെന്ന് എന്താ വിളക്ക് കഴുകാത്തത്. അപ്പോഴാണ് ഇന്ന് വെള്ളിയാഴ്ചയാണല്ലോ എന്നുള്ള ഓർമ്മ വന്നത്. കാരണം ഞാൻ വ്യാഴാഴ്ച രാത്രി വിളക്ക് കഴുകി വെച്ചിട്ട് വെള്ളിയാഴ്ച ഫ്രഷ് ആയിട്ടാണ് കേട്ടോ വിളക്ക് കൊളുത്താറും പിന്നെ നമ്മുടെ ഫോട്ടോ ഒക്കെ തുടച്ച് വൃത്തിയാക്കാറുണ്ട്. എന്നാലും അതൊന്നും ചെയ്തിട്ടില്ല, ഒക്കെ മറന്നിട്ടുണ്ടായിരുന്നു. പിന്നെ രാവിലെ നമ്മൾക്ക് അപ്പവും കടലക്കറി ഉണ്ടാക്കണമെന്ന് രാത്രി വിചാരിച്ചു, പക്ഷേ കടല വെള്ളത്തിടാനും മറന്നിട്ടായിരുന്നു. അത് പിന്നെ ഞാൻ 5:30 എണീറ്റ ഉടനെ തന്നെ ചുടുവെള്ളത്തിൽ ഇട്ട് വെച്ചു കേട്ടോ. അപ്പോൾ അത് കുറച്ചൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ഇനി വിളക്കുളത്തിലൊക്കെ കഴിഞ്ഞിട്ട് വേണം ബാക്കി ചെയ്യാൻ വേണ്ടിയിട്ട്. കുട്ടികൾക്കൊന്നും സ്കൂളില്ല, അവർക്ക് സ്പോർട്സ് ആയതുകൊണ്ട് 2 ദിവസം ലീവാണ് കേട്ടോ. പക്ഷേ മോൾക്ക് ട്യൂഷൻ ഉണ്ട്, അവൾക്ക് ട്യൂഷന് പോരാകുമ്പോഴേക്കും ഇതൊക്കെ റെഡിയാക്കണം. ഞാൻ വിളക്കൊക്കെ വെച്ച് ചന്ദനത്തിലേക്ക് കൊളുത്തി വെച്ച് അവിടെ വെള്ളവും പൂവളൊക്കെ കൊടുന്ന് വെച്ചിട്ട് അവിടെയൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് പിന്നെ നേരെ പോണത് അടുക്കളയിലേക്കാണ്. അടുക്കളയിൽ വന്നിട്ട് ആദ്യം തന്നെ കറി ഉണ്ടാക്കിയിട്ടോ, കടലക്കറി ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ 2 അപ്പം ഉണ്ടാക്കിയിട്ട് മോള് കഴിച്ചിട്ട് കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ കറി ഞാൻ നോക്കുമ്പോൾ കടല കുറച്ച് വേവ് കുറവായിരുന്നു. അപ്പോൾ ഞാൻ അതൊന്നും കൂടി ഒന്ന് വേവിച്ചെടുത്താണ് കേട്ടോ മോള് പോയി കഴിഞ്ഞിട്ട്. പിന്നെ അത് പാത്രത്തിലേക്ക് ഒഴിച്ച് വെച്ചു. പിന്നെ അതാ അപ്പം ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങായിരുന്നു. പിന്നെ മോന് കുളിക്കാൻ പോയിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അവർ വരുമ്പോഴേക്കും ആയാലും മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ തീ കത്തിച്ചിട്ട് ചോറിന് അരിയിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചൂടോൾക്ക് അവർക്ക് അപ്പം കൊടുക്കുകയും ചെയ്യാമല്ലോ. ഞാൻ ആദ്യം തന്നെ തീ കത്തിച്ചിട്ട് ചോറിനുള്ള വെള്ളം വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ചുക്കുവെള്ളം വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ വെള്ളം വെച്ചിട്ട് നേരെ വന്നിട്ട് കുറച്ച് പാത്രങ്ങൾ കഴുകാണ്ടായിരുന്നു. അത് കയ്യോടെ കഴുകി വെച്ചു. മക്കൾക്ക് സ്കൂളില്ലെങ്കിൽ എൻ്റെ പണി ഒരുങ്ങുകയില്ല കേട്ടോ. ഞാൻ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് ഇങ്ങനെ സമയം പോവുള്ളൂ. അപ്പോൾ രാവിലെ ചോറും കൂടി ആയിട്ടില്ല, അല്ലെങ്കിൽ ഈ നേരം ആകുമ്പോഴേക്കും എൻ്റെ ചോറും കറിയൊക്കെ ആവുന്നതാണ്. അപ്പോൾ കുറച്ച് പാത്രം ഉണ്ടാകുന്നത് കഴുകി വെച്ചിട്ട് പിന്നെ അത് കയ്യോടെ ഞാനത് കൊണ്ടുവയ്ക്കും കൂടി ചെയ്തു കേട്ടോ. പിന്നെ അവിടെയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി വെള്ളം പോയി കഴിഞ്ഞൊക്കെ അത് വേഗം തുടച്ചിട്ടില്ലെങ്കിൽ എന്തോ ഒരു ഇതാണ്. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞപ്പോഴേക്കും ഇതാ നമ്മുടെ വെള്ളം തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അരിയുടെ ഉണ്ടെന്ന് മട്ടരിയാണ് ഇടുന്നത്. ഏട്ടന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മട്ടരി. അപ്പോൾ അതെടുത്തിട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ വെള്ളരി കഴിയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ ചുടുവെള്ളം കൊണ്ടാണ് കേട്ടോ ഒന്ന് കഴുകുന്നത്. ചുടുവെള്ളം കൊണ്ട് കഴുകിയപ്പോൾ തന്നെ ആ അരിയുടെ കളർ കുറച്ച് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു 3-4 പ്രാവശ്യം പച്ചവെള്ളം കൊണ്ടും കൂടി കഴുകിയപ്പോഴേക്ക് കയ്യിലൊക്കെ ഭയങ്കര മെഴുക്ക് പോലെ. അപ്പോൾ 3-4 പ്രാവശ്യം കഴുകിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ കളറ് നല്ലോണം പോയിട്ടുണ്ട്. ചെറിയ ഓരോ വര മാത്രമേ ഉള്ളൂ. ഇപ്പോൾ മട്ടരിയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. പക്ഷേ വെന്ത് കഴിഞ്ഞാൽ ഒരു മട്ടരിയുടെ ഒരു സ്വാദൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അരി ഇടൽ കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ കുറച്ച് അരി ഉണ്ടായിരുന്നു കേട്ടോ. അത്ര വെള്ളരി അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് ഞാൻ ചെറിയൊരു ബോട്ടിലേക്ക് ആക്കി വെച്ചു. ഉറുമ്പിൻ്റെ ശല്യം ഭയങ്കരമായിട്ടുണ്ട്. അപ്പോൾ ഏട്ടൻ ഇന്നലെ പൊന്നരി കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ. അപ്പോൾ ഞാൻ അത് ബോട്ടിലേക്ക് ആക്കി വയ്ക്കാമെന്ന് നോക്കിയതാണ്. അപ്പോൾ ഈ ഒരു ബോട്ടിൽ കൊള്ളുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വലുത്ത അരി ചെറുതിക്ക് ഒഴിച്ച് അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് ഇപ്പോൾ അരി ഇട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ നമ്മുടെ പൊന്നരി ഇട്ട് വെച്ചത് ഒരു ബിരിയാണി അരി പോലുള്ള ഒരു അരിയാണ് കേട്ടോ. വേഗം വേവും ചെയ്യും. പിന്നെ ഞാൻ ആദ്യം തന്നെ സെഞ്ചി എടുത്തേക്കാണ്. നമ്മൾ റേഷൻ കടയിലേക്കൊക്കെ പോകാൻ നോക്കുമ്പോൾ സെഞ്ചി തന്നെ നോക്കിയാൽ കാണില്ല കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ സെഞ്ചി കിട്ടിയാൽ എന്താ ചെയ്യുകയെന്ന് അറിയാം, വേഗം അത് മടക്കിയിട്ട് അവിടെ ഒരു ബക്കറ്റ് ഉണ്ട്, അതിലിട്ട് വയ്ക്കും. പിന്നെ അതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് പിന്നെ ഞാൻ അപ്പം ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടോ. മോൻ വരാറായിട്ടുണ്ട്. അവനവിടെ അമ്പലത്തിൽ വിളക്ക് വയ്ക്കും പരിപാടികളൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ അപ്പങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ പിന്നെ വേഗം കുറച്ച് സാമ്പ്രാണിയൊക്കെ എടുത്തിട്ട് പുകയ്ക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതാ തീ കത്തി വരുന്നുണ്ടായിരുന്നില്ല. അപ്പോഴേക്കും ഞാൻ അതിനെ കണലെടുത്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തീ കിട്ടും. പിന്നെ വേഗം ഊതി കത്തിച്ചിട്ട് ഇത് പുകയ്ക്കാൻ നിന്നപ്പോഴേക്കും പിന്നെ നമ്മൾ അപ്പം അടുപ്പ് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെടുത്തു. പിന്നെ അതാ ഓരോരുത്തർക്ക് 2 വെച്ചിട്ട് പാകത്തിന് മാത്രമേ ഇട്ടുണ്ടാക്കുള്ളൂ. ബാക്കി മാവ് ഞാൻ അങ്ങനെ ഫ്രിഡ്ജ് കയറ്റി വെച്ചിട്ടുണ്ട്. സ്കൂളില്ലാത്തതുകൊണ്ട് തന്നെ അവർ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് എന്തെങ്കിലും ചോദിക്കും. അപ്പോൾ ഉണ്ടാക്കി കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ഞാൻ മാവ് നല്ല കട്ടിയായതുകൊണ്ട് ഒരു പാത്രത്തേക്ക് എടുത്തിട്ട് അതിൽ മിക്സാക്കുക കേട്ടോ ചെയ്യുന്നത്, വെള്ളം ഒഴിച്ചിട്ട്. അല്ലെങ്കിൽ അത്രയും മാവിൽ ആക്കി കഴിഞ്ഞാൽ പിന്നെ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ എന്തോ ഒരു മാറ്റം പോലെ തോന്നും കേട്ടോ. അങ്ങനെ അപ്പോൾ ഇതൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ ഞാൻ അവിടേക്ക് ഒന്ന് തുടച്ച് വൃത്തിയാക്കും കൂടി ചെയ്തു. അങ്ങനെ രാവിലത്തെ പരിപാടി ഏകദേശം കഴിഞ്ഞിട്ട് അപ്പോൾ